ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സിപിഐ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥി നിർണയം നടത്തണോ എന്നതിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആദ്യം ധാരണയിലെത്തും. എക്സിക്യൂട്ടീവ് തീരുമാനം അനുകൂലമെങ്കിൽ ജില്ലാ ഘടകങ്ങളോട് സ്ഥാനാർത്ഥി പട്ടിക ആവശ്യപ്പെടും. വിജ്ഞാപനം വന്ന ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പതിവ് രീതി മാറ്റണമെന്ന് കഴിഞ്ഞ യോഗത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. തൃശൂരിൽ ബിജെപിയും യുഡിഎഫും പ്രചാരണ രംഗത്ത് സജീവമായത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആവശ്യമുന്നയിച്ചത്. പഴയ രീതിയിൽ മാറ്റം വേണമെന്ന് എക്സിക്യൂട്ടീവിൽ തന്നെ അഭിപ്രായം വന്ന സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ ആദ്യം തന്നെ തീരുമാനമെടുക്കേണ്ടി വരും. അതിനുശേഷമേ നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥി ചർച്ചയിൽ കടക്കാൻ സാധ്യതയുള്ളൂ. CPIMന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് CPIയുടെ രീതി. സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനിച്ചാൽ ആദ്യം ജില്ലാ കൗൺസിൽ ചേർന്ന് 3 പേരുടെ പട്ടിക നൽകണം. ഒന്നിലധികം ജില്ലകൾ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണെങ്കിൽ അത്രയും ജില്ലാ കൗൺസിലുകളിൽ നിന്നും 3 പേരുടെ പട്ടിക വാങ്ങും. ഈ പട്ടിക ചർച്ച ചെയ്ത് സംസ്ഥാന നേതൃയോഗങ്ങളുടെ അഭിപ്രായം കൂടി ചേർത്താണ് അന്തിമ പട്ടിക തയ്യാറാക്കുക. ഈ പട്ടിക ദേശീയ കൗൺസിൽ അംഗീകാരത്തോടെ പ്രഖ്യാപിക്കുന്നതാണ് CPIയുടെ രീതി. 4 സീറ്റുകൾ മത്സരിക്കുന്ന CPIക്ക് തൃശൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ അനുയോജ്യരായ സ്ഥാനാർത്ഥികളില്ല. തൃശൂരിൽ മുൻമന്ത്രി VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. മാവേലിക്കരയിൽ യുവനേതാവ് CA അരുൺകുമാറിൻ്റെ പേരാണ് സജീവമായി പരിഗണിക്കുന്നത്. തുടർച്ചയായി 3ാം സ്ഥാനത്ത് പോയിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്ത് ആനി രാജ, മന്ത്രി GRL തുടങ്ങിയവരുടെ പേരുകളാണ് മുൻനിരയിലുള്ളത്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തോടെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വയനാട് മണ്ഡലത്തിലും ആനി രാജയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം കഴിയുന്നതോടെ സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ ഉണ്ടാകുമെന്നതിൽ വ്യക്തത വരും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.